യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരപശകനമായി മാറുമെന്ന് തോന്നിയപ്പോ സുന്ദരിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനത് പറയുമ്പോഴൊക്കെ അമ്മ തന്ത്രത്തിൽ ഒഴിഞ്ഞു മാറുമായിരുന്നു. എല്ലാത്തിനും എന്നിട്ട് എന്തൊക്കെയോ കാരണങ്ങൾ പറയും, എന്നാൽ വ്യക്തമായിട്ടൊന്നും പറയുകയില്ല. അതിനർത്ഥം എനിക്കറിയാത്ത എന്തോ രഹസ്യമുണ്ടെന്നാ. അത് സുന്ദരിയായി കണക്ട് ചെയ്ത് അമ്മയുടെ ഉള്ളിലുണ്ട്. അങ്ങനെ തന്നെയല്ലേ? ഇത് കൊള്ളാലോ. ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഒരു ഉഗ്രം കരട് വൈഗ മേഡത്തിന്റെ ഉള്ളിൽ വീണ് കിടപ്പുണ്ട്. നിങ്ങൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാ. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. സുന്ദരിയെ കുറിച്ച് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും വൈഗ മേഡം വിശ്വസിക്കും. ഉള്ളില് വീണ് കിടക്കുന്ന സുന്ദരിയെ കുറിച്ചുള്ള ആ കരടുണ്ടല്ലോ, അതൊന്ന് ഊതി പിടിപ്പിച്ച ഇവിടെ ഒന്ന് തീ പിടിപ്പിക്കാം. ഇക്കാര്യത്തില് മാഡത്തിന്റെ അമ്മയെ ഞാൻ കുറ്റം പറയില്ല. മാഡം തന്നെയല്ലേ സുന്ദരിയെ ആവശ്യത്തിനും അനാവശ്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ട് നടന്നത്. സത്യം പറയാലോ, നല്ല ഒന്നാം തരം തന്ത്രശാലി അവള്. മാഡത്തിന്റെ മുന്നില് പഞ്ചപാവമായിട്ട് അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. മാഡം അതിൽ വീണുപോയി. അർച്ചനയിൽ പറഞ്ഞത് സത്യം. അവൾ എന്നെ വീഴ്ത്തി. എന്നെ മാത്രമല്ല, അമ്മയെ അവള് കയ്യിലെടുത്തു. ഇപ്പോഴും അമ്മയ്ക്ക് അവളെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാക്കുകയില്ല. അമ്മ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? അതെന്താണെന്ന് മാഡത്തിന് ഇതുവരെ മനസ്സിലായില്ലേ? നമ്മുടെ ഓഫീസില് ഞാനും മാഡവും എത്ര ഒത്തൊരുമയായിട്ടാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. സുന്ദരി വന്ന ശേഷമല്ലേ നമ്മൾ തമ്മിൽ തെറ്റിച്ചത്. അതോടുകൂടി മാഡം എന്റെ ശത്രുവായി. ഞാൻ പുറത്താവുകയും ചെയ്തു. അതേ തന്ത്രം തന്നെയാ സുന്ദരി വൈദേഹി മാഡത്തിന്റെ അടുത്തും പയറ്റുന്നത്. വൈദേഹി മാഡം സത്യങ്ങൾ പറയുന്നില്ല എന്ന് ഒരു സംശയം തോന്നിയില്ല മാഡത്തിന്? അത് തോന്നലാവില്ല. എല്ലാത്തിന്റെ പിന്നിലും സുന്ദരി തന്നെ ആവും. വൈദേഹി മാഡത്തിനെ അവൾ മാഡത്തിന്റെ ശത്രുവാക്കി മാറ്റും, അത് ഉറപ്പാ. ശത്രുതയില്ലെങ്കിലും അമ്മ എന്നിൽ നിന്നും അകന്നു എന്നുള്ളത് നേര് തന്നെയാ. സുന്ദരിയും അവളുടെ 2 റിലേറ്റീവ്സും കൂടി ഇവിടെ വന്നു പോയിട്ട് സെർവന്റ് മായ എന്നോടത് പറഞ്ഞത്. പക്ഷെ ഈ നിമിഷം വരെയും എന്റെ അമ്മ എന്നോടത് പറഞ്ഞിട്ടില്ല. ഒളിക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അതിനോട് പറയായിരുന്നില്ലേ? ഓ, അപ്പൊ അവിടെ വരെ എത്തിയല്ലേ കാര്യങ്ങള്. ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തായപ്പോ തന്നെ അവളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതാ. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയാ മാഡത്തിന്. പതുക്കെ പതുക്കെ കുടുംബക്കാര് പോലും ഈ വീട്ടില് അധികാരം സ്ഥാപിച്ചു തുടങ്ങും. ഞാനീ പറയുന്ന ഒന്നും മാഡത്തിന് ഇപ്പം മനസ്സിലാവില്ല. പതുക്കെ പതുക്കെ ഇതൊക്കെ ബോധ്യമായിക്കൊള്ളൂ. തുറന്നു പറയാലോ മാഡം, മാഡവും കാർത്തിക് സാറും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ട ആർക്കായാലും അസൂയ തോന്നും. കാർത്തിക് സാറിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. മാന്യതയുള്ളവർ അതിനെ ആഗ്രഹമായി മാത്രം കണ്ട് ഉള്ളിലൊതുക്കും. സുന്ദരിയെ പോലുള്ളവർ അത് സ്വന്തമാക്കാനാ മാഡം ശ്രമിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് പറയുവാ, മാഡം ഈ സുന്ദരിയെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കില് നഷ്ടമാവാൻ പോകുന്നത് മാഡത്തിന്റെ തന്നെ ജീവിതമായിരിക്കും. സുന്ദരി കാണിക്കുന്ന കുതന്ത്രങ്ങളുടെ പേരില്
മാഡം ദേഷ്യപ്പെടേണ്ടത് വൈദേഹി മാഡത്തിനോടല്ല. സുന്ദരിയെ കോർണർ ചെയ്യണം, അവളെ ഒതുക്കണം. സുന്ദരി ഒറ്റ ഒരുത്തിയ വൈദേഹി മാഡത്തിന്റെ മനസ്സുകൂടി മാറ്റിയെടുത്തത്. ശരി അർച്ചന, അർച്ചന പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാ. അമ്മയോട് ഞാൻ ദേഷ്യപ്പെട്ടത് ഒരിക്കലും ശരിയായില്ല. അർച്ചന, നിന്നോട് കുറെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. ഇനി എന്ത് ചെയ്യണമെന്നൊരു ധാരണയും ഉണ്ടായി. അർച്ചന ഇനി എന്നെ തനിച്ചാക്കി പോവരുത്. ഇല്ല മാഡം, മാഡത്തിന്റെ ഏത് ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. സുന്ദരി, നീ പെട്ടു. നിന്റെ കാലം കഴിഞ്ഞു മോളെ. നീ എന്നോട് കാണിച്ചതിനെല്ലാം പലിശ സഹിതം തിരിച്ചു തരാൻ പോവാ ഞാൻ. എടി ചേച്ചി, അച്ഛൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുവാ. വരുന്നെങ്കി വേഗം വാങ്ങോട്ട്. ആഹാ, അത് കൊള്ളാലോ. നിനക്ക് മാത്രം അങ്ങ് സുന്ദരിയായ മതിയോ? എനിക്കൊരുങ്ങണ്ടേ? ഓ പിന്നെ, കല്യാണത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, അമ്പലത്തിലേക്കല്ലേ മതി ഒരുങ്ങിയത്. എടി പെണ്ണെ, ഞാൻ ഈ പൊട്ടും കൂടി ഒന്ന് ഇട്ടോട്ടെ. ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? പൊന്നും കൊടുത്ത് നീ പൊട്ട് തന്നെ ധാരാളം. വാ ആക്കല്ലേ? സത്യട്ടെ, വാ വാ ഇങ്ങോട്ട്. വരുന്നു. വിനീതേ, നീ ഒന്ന് പോയി നോക്കിയേ, ഈ പെമ്പിള്ളാരവിടെ എന്തെടുക്കാന്ന്. എന്റെ അങ്കിളെ, ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഒരുങ്ങാൻ തുടങ്ങിയതാ മാലിനി. ഞാൻ ഇറങ്ങാൻ നേരത്തെ സാരി കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. ഈ കണക്കിനാണെങ്കിൽ അത്താഴ പൂജ കഴിഞ്ഞാലും നമ്മൾ അങ്ങ് എത്തുമെന്ന് തോന്നുന്നില്ല. സുന്ദരി എപ്പോഴേ റെഡിയായി കാണും. മാലിനി അവിടെ കണ്ണു എഴുതി പുരുക വരച്ച് നിൽക്കായിരിക്കും. ഓ, എല്ലാ കുറ്റം എന്റെ തന്നെ വെച്ചോളണം. ദേ, വിന്നേട്ടന്റെ പെങ്ങളൂട്ടിയാ സമയം കളഞ്ഞത്. ഞാൻ ചെന്ന് വിളിച്ചതിന് ശേഷവും എത്ര സമയം എടുത്തെന്നറിയോ ഒന്നൊരുങ്ങാൻ? ഇവള് വെറുതെ പറയാ ചേട്ടായി. ഞാനാ ഇവളെ പോയി വിളിച്ചോണ്ട് വന്ന. എടി കള്ളി ചേച്ചി, ഞാനല്ലേ അച്ഛനോട് കയറ് പൊട്ടിക്കുന്നു പറഞ്ഞ്? സമ്മതിച്ചു, നീ തന്നെയാ വിളിച്ചത്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വാ, നമുക്ക് പോവാം, അല്ലേ കൃഷ്ണമാമ? ഉള്ളത് പറയാലോ, സുന്ദരി മോളുടെ മുഖം കണ്ടിട്ട് ഈ പറഞ്ഞത് കള്ളവല്ലേ എന്നൊരു സംശയം. സംശയമൊന്നുമില്ല, ചേച്ചി കള്ളം തന്നെയാ പറഞ്ഞേ. ഇനി അതും ഇതും പറഞ്ഞു നിന്ന് സമയം കളഞ്ഞോണം. ഇവരുടെയൊക്കെ കാര്യം കൊണ്ട് തോറ്റു. ചേട്ടായി, പോയി വണ്ടി എടുത്തേ. ആ, കേറ്, കേറ്. വണ്ടി കയറി. വണ്ടി എടുക്കണം സ്റ്റീഫ. ഇത്രയും സമയമെടുത്ത് ഒരുങ്ങിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ മാലിനി. അല്ലേലും ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ പറയുന്നത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യയ്ക്ക് സൗന്ദര്യം കാണില്ല. ചേട്ടായി, ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമാ. ഇനിയെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ. മരുമോനെ, ഇന്നത്തെ കാലത്ത് ഇവളുമാരോടൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുന്നതാ നല്ലത്. ഷാർപ്പ് ഡയലോഗ് അടിച്ച് വായ പൂട്ടിക്കളയും. അത് അങ്കിളിന് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി എന്ന് പറയുന്നതേ അതാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചു കളയും. പിന്നെ നമ്മളും മിണ്ടില്ലല്ലോ. ചേട്ടായിയുടെ ഈ പോയിന്റും സൂപ്പറാ. പോയിന്റ് ഒക്കെ കൊള്ളാം. ചേട്ടായി നേരെ നോക്കി വണ്ടി ഓടിക്കും. ഉം.